ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെസക അപ്പമാണ്. അതിനായി നമ്മൾ 250 ഗ്രാം ഉഴുന്ന് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ചിരണ്ടിയത്, 1/2 കിലോ പച്ചരി കുതിർത്ത് എടുത്തു വച്ചിട്ടുണ്ട്, 20 ഗ്രാം ജീരകം, 25 ഗ്രാം വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും എടുത്തു വച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്നൊന്ന് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നിൻ്റെ പച്ചമണം മാറി നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉഴുന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഗോൾഡൻ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഉഴുന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു വലിയ ബൗളിലേക്ക് പകർത്താം. ഉഴുന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അല്പം തരിയോടുകൂടെ വേണം ഉഴുന്ന് പൊടിച്ചെടുക്കേണ്ടത്. അതും നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചിയും ജീരകവും ഒരു ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. തേങ്ങ അരയ്ക്കാൻ ചേർത്ത വെള്ളമല്ലാതെ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ല കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് സ്റ്റീൽ പാത്രത്തിലേക്ക് പകർത്താം. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച ശേഷം അപ്പം ആവി കയറ്റാൻ വയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. 20 മിനിറ്റ് ആവി കയറ്റിയപ്പോൾ അപ്പം റെഡിയായിട്ടുണ്ട്.